ടാറ്റു ആർട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രചാരത്തിലുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഒരുപാട് സ്പോർട്സ്മാൻ, സെലിബ്രിറ്റീസ്, മോഡലിംഗ് ഫീൽഡിലുള്ളവരൊക്കെ ടാറ്റുവിങ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയത് ഈ അടുത്ത കാലത്തായിട്ടാണ്. അപ്പോൾ ടാറ്റുവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടാറ്റു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രാജീവ് ഏട്ടനോട് ചോദിക്കാം. രാജീവ് ഏട്ടാ, ഹായ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് കേട്ട സമയത്ത് ആദ്യമായിട്ട് കൗതുകം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ IT ഫീൽഡിലുള്ള ഒരു വ്യക്തി എങ്ങനെ ടാറ്റു ആർട്ടിസ്റ്റായി, എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തി? രണ്ടും ഒരു ബന്ധമില്ലാത്ത ഫീൽഡാണല്ലോ തമ്മിൽ. അത് തീർത്തും ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ IT മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആകെയുള്ള റിലാക്സേഷൻ ഇത് ആർട്ട്, അല്ലെങ്കിൽ പാട്ട് പാടുക, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുക, ഇങ്ങനെയൊക്കെ. ഞാൻ പാടുന്നതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ടൂർ ഗായകനാണ്, ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതായത് ഒരു ടൂറൊക്കെ പോകുമ്പോൾ നമ്മളൊരു പാട്ടൊക്കെ പാടി ആൾക്കാരെ കൂടെ കൊണ്ടുപോവുക, ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തിക്കുക. ആ സമയത്തുള്ള പാട്ട്, അങ്ങനത്തെ പാട്ട്. പല ടൈപ്പ് ഗായകരില്ലേ, ടോയ്ലറ്റ് ഗായകരുണ്ട്, ടൂർ ഗായകരുണ്ട്, പിന്നെ സ്റ്റേജ് ഗായകരുണ്ട്, പിന്നെ പിന്നണി ഗായകർ, അങ്ങനെ വലിയ വലിയ ആൾക്കാർ. ഞാൻ ഒരു ടൂർ ഗായകനാണ്. ടാറ്റു ഞാൻ വരയ്ക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ഒരു തരത്തിലും വരയ്ക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ചെറുപ്പത്തിലൊക്കെ വല്ല മത്സരത്തിനൊക്കെ പോയി കാണുമായിരിക്കും. പക്ഷേ ഞാൻ വരയ്ക്കുന്ന ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിങ്ങനെ വെറുതെ ട്രാവലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ, ട്രെയിനിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെയുള്ള ആളുകളുടെ ചെറിയ സ്കെച്ചസ് വരയ്ക്കും. ചെറിയ പേപ്പറിലൊക്കെ ഇങ്ങനെ സ്കെച്ചസ് വരയ്ക്കും. ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ സീറ്റ് കിട്ടുകയാണെങ്കിൽ എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു അത്, ഫ്രണ്ടിലുള്ള ആൾക്കാരെ വരയ്ക്കുക. അങ്ങനെയായിരുന്നു ആദ്യ കാലങ്ങളിൽ വരാം. ഒരു 6-7 വർഷം മുൻപ്, ഞാൻ വർക്ക് ചെയ്തിരുന്ന മനോരമയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെൽമെറ്റ്, അതിങ്ങനെ കളയേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ആർട്ട് വർക്ക് ചെയ്തെടുത്ത കൊള്ളാമെന്ന്. അപ്പോൾ ഞാൻ ആ ഹെൽമെറ്റ് രണ്ടാമത് വർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറേ പടങ്ങളൊക്കെ വരച്ചു. അത് ഭയങ്കര ഹിറ്റായി. ഞാൻ പോലും അറിയാം. ആ ഹെൽമെറ്റ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആ ആർട്ട് വർക്ക് ഞാൻ റീവർക്ക് ചെയ്തു. ഈ ആദ്യമായിട്ട് ചെയ്ത വർക്കിനെ പറ്റി വനിതയിൽ അത് വന്നിരുന്നു. അതിനെപ്പറ്റി ഒരു വാർത്ത വന്നിരുന്നു, നന്നായിട്ട് വന്നു. അപ്പോൾ വനിത പോലത്തെ ഒരു മാഗസിനിൽ അങ്ങനെ നന്നായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ആർട്ടിസ്റ്റായി മാറി എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. സത്യത്തിൽ അതാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെയാണ് ഞാൻ പിന്നെ കണ്ട സാധനങ്ങളിലൊക്കെ വരച്ചു തുടങ്ങി. ഈ സർഫസ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഖലയിലേക്ക് ശരിക്കും വന്നത് അങ്ങനെയാണ്. ആ സർഫസിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പെൻ കിട്ടിയാൽ അപ്പം തന്നെ വരയ്ക്കും. അങ്ങനെയാണ് അത്. ചിലപ്പോൾ അതൊരു ബോട്ടിലാവാം, ചിലപ്പോൾ അതെന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആവാം. ഞാനിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്കിംഗ് സ്റ്റിക്ക് പോലത്തെ സാധനങ്ങളൊക്കെ അതിലൊക്കെ വരയ്ക്കും. അപ്പോൾ അത് ഒരു ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ നമ്മുടെ അടുത്ത് വാങ്ങിക്കുക. അപ്പോൾ എനിക്കത് വിൽക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ വരയ്ക്കും. ഓടക്കുഴലിൽ വരയ്ക്കും. എനിക്ക് വരയ്ക്കാൻ പറ്റാവുന്ന എന്തിലും ഞാൻ വരയ്ക്കും. പക്ഷെ അതിനൊരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അതൊന്നും റെമ്യൂണറേറ്റീവ് അല്ല. നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് ആളുകളുടെ അടുത്ത് പൈസ പറയാൻ പറ്റില്ല. അങ്ങനെ പ്രോബ്ലം ഉണ്ട് ഈ സർഫസ് ആർട്ടിന്. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്യാവുന്ന അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഇത് സെയിൽ ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല, അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഈ ബോട്ടിൽ ആർട്ട് തന്നെ ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ ബോട്ടിൽ ആർട്ട് പ്രത്യേകം പഠിപ്പിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലതരത്തിലുള്ള വർക്കുകളുണ്ട്. അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഇഷ്ടംപോലെ വർക്കുകൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരുപാട് ലേഡീസ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. പലരും ഒരു 300 റുപ്പീസ് മുതൽ 3000 റുപ്പീസ് വരെയൊക്കെ, അല്ലെങ്കിൽ അതിലും കൂടുതൽ റേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ സെല് ചെയ്യാൻ പറ്റില്ല ഞാൻ വരയ്ക്കുന്ന ഒരു സാധനം. എൻ്റെ വർക്ക് അതിൽ നിന്നൊരല്പം ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈ ബോട്ടിലിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തുന്ന ആർട്ട് വർക്ക് പോലും ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഈ റേറ്റിനൊന്നും ചിലപ്പോൾ അത് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് വിൽക്കാറുമില്ല. മിക്കവാറും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഗിഫ്റ്റും കൊടുക്കും. ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് വിഷമമില്ല. പക്ഷേ വാങ്ങാൻ, അല്ലെങ്കിൽ വേറെ ആൾക്കത് വാങ്ങാൻ, ഇത് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് 750 രൂപയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരു ഹെൽമെറ്റ് കിട്ടും. പക്ഷേ ഞാൻ വരച്ചൊരു ഹെൽമെറ്റിന് ഞാൻ അതിനൊരു 10,000 ആയിരിക്കും വില ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹെൽമെറ്റിന് ഒരു 2500 രൂപ വിലയും എൻ്റെ വർക്കിന് ഒരു 10,000 ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ ഇട്ടിട്ടായിരിക്കും ഇത് വിൽക്കുന്നത്. രണ്ട് രീതിയിൽ ആലോചിക്കണം. ഇത് ഞാൻ ഒരു ഓവർസീസ് ക്ലയൻറ്റിനാണ് വിൽക്കുന്നതെങ്കിൽ 10,000 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളേഴ്സിലാണെങ്കിൽ എത്ര വരും?
നിസ്സാര പൈസ വരുള്ളൂ. അവർക്കൊരു ബിരിയാണി വാങ്ങിക്കാനുള്ള കാശാവുള്ളൂ. പക്ഷെ അപ്പൊ എനിക്ക് കൂടുതൽ റേറ്റ് ഇട്ട് വെക്കേണ്ടി വരും. അവർക്കത് ബുദ്ധിമുട്ടില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് 10,000 രൂപ എന്ന് പറഞ്ഞാലോ ഭയങ്കര ഇത് ഞാൻ തലയിൽ തന്നെയല്ലേ വെക്കണ്ടേ എന്നുള്ളത് തോന്നലായിരിക്കും. 10,000 രൂപ പോലും എനിക്ക് ആ വർക്കിന് മുതലാവില്ല. അപ്പോൾ നമുക്കിത് ആർട്ട് വർക്ക് എന്നുള്ള രീതിക്ക് ഇത് സെല് ചെയ്യാൻ ഈസി അല്ല. അതുകൊണ്ട് ആ ആർട്ടിന് അങ്ങനെ ഒരു പിന്നെ ഇതിന്റെ പുറകെ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്, എത്ര മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നൊന്നും പലരും ചിലപ്പോൾ പലരും ചിന്തിക്കില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിന് മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. ഇത് 9 ദിവസം എടുത്ത് വർക്കാണ്. 9 ദിവസം നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന പോലെയല്ലേ, 9 ദിവസം എടുത്ത് വർക്കാണ്. അപ്പോൾ ആ വർക്കിന് ഞാനൊരു ചായക്കടയിലേക്ക് വേണ്ടിയിട്ട് ഈ വർക്ക് ചെയ്താൽ എൻ്റെ റേറ്റ് എനിക്ക് ചിലപ്പോൾ അവർക്കത് അങ്ങനെ ആ രീതിക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടാറ്റു എന്ന് പറയുന്ന ഒരു മേഖല കണ്ടെത്തിയത്. ഞാനായിട്ട് കണ്ടെത്തിയെന്നല്ല, ഈ മേഖലയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കണ്ടെത്തിയത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ടാറ്റു ഞാൻ ചെയ്താൽ, ഒരു ചെറിയ ടാറ്റു, ഈ ടാറ്റുവിന് മാർക്കറ്റ് മുഴുവൻ അന്വേഷിച്ചാൽ ഏകദേശം ഒരേ റേറ്റ് ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തീരെ ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ടാറ്റു അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരുവിധം സ്റ്റുഡിയോകളിലെല്ലാത്തിലും ഒരു 300 to up to 2,000 300 to 2,000 ആയിരിക്കും ഇതിൻ്റെ ഇഞ്ചിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു ടാറ്റുവിന് ആവറേജ് എന്ത് റേറ്റ് വരും എന്നുള്ളത് ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ എത്ര സമയമെടുത്ത് വർക്ക് ചെയ്തതാണെങ്കിലും, എത്ര ക്രൂഷ്യൽ ഡിസൈൻ ആണെങ്കിലും, ഞാൻ വരയ്ക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആണെങ്കിലും, ഒരു ടാറ്റു എന്നുള്ള രീതിക്ക് ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ടെന്നുള്ളത് ഒരു കസ്റ്റമറിന് അറിയാം. അപ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്യും? ആ റേറ്റ് തരും. നോ ബാർഗൈനിങ്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. എൻ്റെ വർക്കിന് ആവശ്യത്തിനുള്ള പൈസ കിട്ടി. എൻ്റെ വർക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആർട്ട് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് പഠിച്ചത്. ബാംഗ്ലൂർ മച്ചു ടാറ്റൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാറ്റു. ഏകദേശം 1 വർഷം. അതിനങ്ങനെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ടാറ്റു സെൻറ്ററുകളും ടാറ്റു പഠിപ്പിക്കാൻ കേപ്പബിൾ ആണ്. ഇതിനൊരു സിലബസ് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഒന്നുമില്ല. ടാറ്റു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആർട്ടാണ്. സൈമിൾട്ടേനിയസ്ലി അതൊരു ടെക്നിക്കൽ വർക്കും കൂടിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ ഒരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ ടാറ്റു മെഷീൻ എങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ തരം ടാറ്റു മെഷീൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ഇതിനകത്ത് മെയിൻ സാധനങ്ങൾ, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം, എന്ത് വാങ്ങിച്ചാലാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ടാറ്റു ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കണം. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു ടാറ്റു ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്നുള്ളതും പഠിപ്പിക്കണം. ഇത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ടെക്നിക്സ്. അല്ലാതെ എൻ്റെ മനസ്സിലുള്ള ആർട്ട് എനിക്ക് വേറെ ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതല്ലാതെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്ന ആളാണോ രാജുവേട്ടൻ? തീർച്ചയായിട്ടും അതെ. നമ്മളൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്തൊക്കെ പുതിയ ഡിസൈൻസ് ഈ ഫീൽഡിൽ വന്നു, ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഇതിലെന്ത് ചിലത് നമുക്ക് ചെയ്യാനേ പറ്റില്ല, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ നമ്മളായിട്ടില്ല എന്ന് തോന്നും. പക്ഷെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ചെയ്തതിന് ഇന്ന പോരായ്മകളുണ്ട്. സോ നമ്മളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പഠിക്കും, തന്നെയും പഠിക്കും, കണ്ടും പഠിക്കും, ചെയ്തും പഠിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസരം ഇതിൽ നമ്മളെപ്പോഴും ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് ടാറ്റൂസിൽ കൂടുതൽ ഇപ്പം ആൾക്കാർ എങ്ങനത്തെയൊക്കെ പ്രിഫർ ചെയ്യാറ് ചേട്ടൻ്റെ വരുമ്പോൾ? എൻ്റെ അടുത്ത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ളവരായിരുന്നു. എൻ്റെ അടുത്ത് കപ്പിൾസാണ് കൂടുതൽ വരാറ്. കപ്പിൾ ടാറ്റു ആണ് എൻ്റെ അടുത്ത് കൂടുതൽ ഞാൻ ചെയ്യാറ്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ടാറ്റു ചെയ്യാറുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇവിടെ എൻ്റെ ഇത് തൃക്കാക്കര അമ്പലമാണ്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ അമ്പലങ്ങളിലൊന്നാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ എൻ്റെ ബോർഡ് കണ്ടിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവരെല്ലാവരും മോസ്റ്റ്ലി റിലീജിയസ് ടാറ്റു ആണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ശിവ തീമിലുള്ള ടാറ്റൂസാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കണ്ണടച്ച് വിട്ടാലും ചെയ്യാവുന്ന രീതിയിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ഓം തൃശ്ശൂല ഡമരു ഒക്കെ ചെയ്യുന്ന സാധനം ഞാൻ ഇൻഫാക്ട് നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഞാനൊരു തൃശ്ശൂൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വുഡിൽ. അതിൽ ഒരു ഡമരു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വർക്കുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ചെയ്തതാണ്. അതിനകത്ത് ആ ഡമരു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ എന്തൊക്കെ ടൈപ്പ് ടാറ്റു ഉള്ളത്? ഇപ്പം ഈ ഐബ്രോ ടാറ്റു നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ ഈ ലിപ്സ്റ്റിക് ടാറ്റു, ഇതെന്താ പെർമനന്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഓരോ നിൽക്കുമോ? അത് ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ്. അപ്പോൾ എങ്കിലും അങ്ങനെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഈ പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതായത് ദിവസവും നമ്മൾ വെള്ളം കോരിയിട്ട് വെക്കുന്ന തൊട്ടി വെക്കുന്ന കല്ല് പോലും ആ തൊട്ടിയുടെ ഷേപ്പിന് തേയും. അങ്ങനെ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ കുടമൊക്കെ വയ്ക്കുന്ന കല്ല് തേഞ്ഞിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അമ്മിക്കല്ലൊക്കെ ഒരു കുഴി ഉണ്ടാവും അതിൻ്റെ നടുക്ക്. ആ കുഴി ഇത് ഉപയോഗിച്ചുണ്ടാവുന്നതാണ്. അതുപോലെ നമ്മുടെ കൈക്കും കാലിനും എല്ലാ അവയവങ്ങൾക്കും തേയ്മാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. നമ്മുടെ സ്കിന്നിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ടാറ്റു ചെയ്യുന്ന സ്ഥലം എപ്പോഴും യൂസുള്ള സ്ഥലമാണെങ്കിൽ തേയ്മാനം വരും. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളം കയ്യിൽ എവിടെയെങ്കിലും ടാറ്റു ചെയ്തു എന്ന് വിചാരിച്ചോ, അത് നമുക്കിത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, തേയ്മാനം വരും. അപ്പൊ ആ ടാറ്റു കാലക്രമേണ അത് തേഞ്ഞ് തന്നെ ഇല്ലാതെയാവും. ഇപ്പൊ ഒരു ഡൗട്ട്, ഇപ്പൊ ചിലർക്ക് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫെയ്ഡ് ആയി പോകും, ചിലർക്ക് അതേപോലെ തന്നെ നിൽക്കും കുറെ കാലങ്ങൾ. അതെന്താ അങ്ങനെ? ടാറ്റു ആക്ച്വലി രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഫെയ്ഡ് ആവുക. ഒന്ന്, മോശം ഇങ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റു ഫെയ്ഡ് ആവും, സംശയമൊന്നുമില്ല. ഈ മോശം ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് നല്ല ഇങ്കുകൾ അവൈലബിൾ ആണ്, ആ ഇങ്കിന് നല്ല വിലയുമുണ്ട്. മോശം ഇങ്കുകൾ അവൈലബിൾ ആണ്. മോശം ഇങ്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 400 രൂപയ്ക്ക് ഒരു കന്നാസ് നിറച്ച് ഇങ്ക് കിട്ടും. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്തരം ഇങ്കുകൾ നമുക്ക് ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഇങ്കുകൾ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ മറ്റേ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് ടാറ്റു ചെയ്യുന്നവർ അത്തരം ഇങ്കുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആണെന്ന് പറയാൻ ഞാൻ ആളല്ലല്ലോ. പക്ഷെ ഞാൻ ഇങ്ക് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം ഇങ്കൊക്കെ ഉപയോഗിച്ചാൽ ടാറ്റു എന്തായാലും ഫെയ്ഡ് ആവും. ടാറ്റു ഫെയ്ഡ് ആവുന്നത് ആക്ച്വലി നമ്മുടെ സ്കിൻ ഫെയ്ഡ് ആവുമ്പോഴാണ്. ആ സ്കിൻ എങ്ങനെ ഫെയ്ഡ് ആവണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കൈയുടെ ഈ ടോപ്പ് പോർഷനിൽ നമ്മൾ ടാറ്റു ചെയ്തു എന്ന് വിചാരിക്കുക. ഡെയിലി ബൈക്ക് ഓടിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ ടാൻ ആവും, ടാറ്റു ഫെയ്ഡ് ആവും, ഒരു സംശയമില്ല. നമ്മളുടെ സ്കിന്നിന് 6 ലെയേഴ്സ് ആണ് ഉള്ളത്. അതിൻ്റെ സെക്കൻഡ് ലെയറിലാണ് നമ്മൾ ടാറ്റു ചെയ്യുന്നത്. സെക്കൻഡ് ലെയറിൽ ടാറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഉണ്ട്, അതായത് എപ്പിഡെർമിസ് ലെയർ, ഡെർമിസ് ലെയർ, പിന്നെ മറ്റ് ലെയേഴ്സ്. ഇപ്പോൾ എപ്പിഡെർമിസ് ലെയർ, ഈ ഡെർമിസ് ലെയറിൻ്റെ മുകളിലുള്ള ഒരു ലാമിനേഷൻ പോലെ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ലാമിനേഷൻ ഡാമേജ് ആയാലും എന്ത് പറ്റും? ഡെർമിസ് ലെയറിലുള്ളത് വിസിബിൾ ആയിരിക്കില്ല, ഒപ്പേക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ടാറ്റു വൃത്തിയിടാവും, സ്വാഭാവികമായിട്ട് വൃത്തിയിടാവും. നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ കിട്ടും, നല്ലോണം മസാജ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടാറ്റുവിൻ്റെ ക്രീംസ് എന്തെങ്കിലും വാങ്ങിക്കുക, അല്ലെങ്കിൽ ടാറ്റുവിന് ഇഷ്ടം പോലെ ബാംസ് ഒക്കെ അവൈലബിൾ ആണ്, അതൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മിനുക്കി സൂക്ഷിക്കുക, നമ്മുടെ സ്കിന്നെ സൂക്ഷിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ അധികം യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ടാറ്റു ട്രെൻഡ് ആണെന്ന് നമുക്ക് അറിയാം. അതല്ലാണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചേട്ടൻ്റെ അടുത്തേക്ക് വരാറുണ്ടോ? അങ്ങനെ നമുക്ക് അവർ ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വരുന്നവർ ഞാനിങ്ങനെ നോട്ട് ചെയ്യാം, ഞാൻ ആൾക്കാരെ ഒരുപാട് സ്റ്റഡി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് വരയ്ക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ആളുകളുടെ ഫീച്ചേഴ്സ്, ആളുകൾ സംസാരിക്കുന്നത്, ആളുകളുടെ ഏജ്, അതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് ടാറ്റു ചെയ്ത്, അവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ വയസ്സായി റിട്ടയറായി മക്കളുടെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ യൂട്യൂബ് ചാനലിൽ അവർ ക്രാഫ്റ്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ക്രാഫ്റ്റ് കാണിക്കുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് താഴത്ത് ഇങ്ങനെ ഇരുന്നിട്ടാണ് ക്രാഫ്റ്റ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്യും. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ 2 കൈയുടെയും ഇവിടെ ഓരോ ടാറ്റു ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വയസ്സായ ഒരാളുടെ ദേഹം നാച്ചുറലി ചുളിഞ്ഞിട്ടുണ്ടാവും, റിങ്കിൾസ് ഉണ്ടാവും, ആ ചുളിവുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് ചുളിവ് കുറവാണ്. എല്ലാവരുടെയും ദേഹത്ത് ഇവിടെ ചുളിവ് കുറച്ച് വൈകിയാണ് വരുന്നത്. അവർ ചുളിവില്ലാതെ എനിക്ക് ടാറ്റു ചെയ്ത് തരണമെന്ന്. ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ടാറ്റു അവരുടെ 2 കൈയിലും ചെയ്തു. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് ചെയ്ത വീഡിയോസ് എല്ലാം എനിക്ക് അയച്ചു തരും. ഓരോ പ്രാവശ്യം ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ ടാറ്റു ഇവരുടെ കയ്യിൽ ഇങ്ങനെ ഗ്ലോ ചെയ്യും. ആ ടാറ്റു ഉള്ള കൈ കൊണ്ട് ഇവർ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് കാണാൻ എനിക്ക് സന്തോഷം, എൻ്റെ വർക്കാണല്ലോ. ടാറ്റു ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർട്ട് മാത്രമല്ല, ആ ആർട്ടിസ്റ്റിനെയും വ്യക്തി എന്നും ഓർത്തിരിക്കും. അതെ, അതിന് 2 ആംഗിൾ ഉണ്ട്. നമ്മുടെ വർക്ക് എന്തെങ്കിലും തരത്തിലൊരു എന്ന് വെച്ചാൽ ഈ ടാറ്റുവിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാം, നമ്മളുടെ അടുത്ത് ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാറ്റു ചെയ്യുന്ന ആള് ആർക്കാണോ ഞാൻ ടാറ്റു ചെയ്യുന്നത് അയാളുടെ ഒരു സഹകരണം വളരെ അത്യാവശ്യമാണ്. അതായത് ടാറ്റുവിന് ചെറിയ പെയിൻ ഉണ്ട്,
ടാറ്റൂവിന് ചെറിയ എന്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യും, പെട്ടെന്ന് ഞെട്ടുകയൊക്കെ ചെയ്യും. ചില ആളുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഞൊട്ടുമ്പോൾ ഒരു എർത്തടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അത് ടാറ്റൂവിന് ചില ആളുകൾക്ക് നമ്മൾ ടാറ്റൂ ചെയ്ത് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഷോക്ക് അടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അവർ അപ്രതീക്ഷിതമായിട്ട് മൂവ് ചെയ്യും. ചിലർ ചിരിക്കും, ചിലർ ടാറ്റൂ ചെയ്യുമ്പോൾ ചിരിക്കും, വർത്താനം പറഞ്ഞ് ചിരിക്കും. ചിലർ ഒരുപാട് വർത്താനം പറയുമ്പോൾ കുലുങ്ങിയായിരിക്കും വർത്താനം പറയാം. ചിലരിങ്ങനെ ഭയങ്കര നെർവസ് ആയിരിക്കും. അപ്പോൾ ഏത് രീതിയിലുള്ള അനക്കമായാലും അത് ഇതിനെ ബാധിക്കും, നമ്മളുടെ ടാറ്റൂവിനെ ബാധിക്കും. നമ്മൾ ടാറ്റൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അനക്കം, നമ്മുടെ ടാറ്റൂവിനെ ബാധിച്ചിട്ടുണ്ടാവുന്ന തെറ്റുകൾ, ആ തെറ്റ് അവർക്കറിയാം അവരനങ്ങിയത് കൊണ്ടാണ് ഇത് തെറ്റിയതെന്ന്. ഒരു വർഷം വരെ അവരത് ഓർത്തിരിക്കും. ഒരു 10 വർഷം കഴിഞ്ഞ് സമാധാനമായിട്ട് വീട്ടിൽ ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ ഈ ടാറ്റൂ നോക്കുമ്പോൾ അത് തെറ്റിയിരിക്കുന്നു. അപ്പോൾ അവരാലോചിക്കുന്നത് വൃത്തികെട്ടവനാ, അന്ന് അത് കുളമാക്കി എന്നായിരിക്കും അവരെ. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ടാറ്റൂവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ടാറ്റൂവിൻ്റെ പെർമനൻസി എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയ ഫാക്ടറാണ്. ഈ പെർമനൻസി ഉള്ളത് കൊണ്ട് തന്നെ ഈ ടാറ്റൂ നമ്മൾ ചെയ്യുമ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ചില ആൾക്കാർക്കൊക്കെ ടാറ്റൂ ചെയ്യുമ്പോൾ ഈ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ആ ഏരിയ തടിച്ചു പോകുന്ന ബൾജ് ചെയ്ത് വരിക, സ്വെല്ലിങ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ? അത് പിന്നെ എത്ര നാളത്തേക്ക് ഉണ്ടാവും? നോർമലായിട്ട് സ്കിന്നിലേക്ക് ഒരു പുറമേന്നൊരു സംഭവം ചെയ്യുകയാണല്ലോ, അപ്പൊ അത് റിയാക്ട് ചെയ്യും. അത് എത്ര ദിവസം ഉണ്ടാവും? പണ്ട് സ്കൂളിലൊക്കെ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കില്ല, എൻ്റെ ഏജിലൊക്കെ സ്കൂളിൽ നല്ല തല്ലിട്ടാറുണ്ടായിരുന്നു. ഒരു തല്ലൊക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ചൂരലിനൊക്കെ ആണെങ്കിൽ തടിച്ചു പൊങ്ങി വരും. എത്ര സമയം നിൽക്കും? ഒറ്റ ദിവസം നിൽക്കുള്ളൂ, അത് ദിവസങ്ങളോളം നിൽക്കില്ല. ആ അടി കൊള്ളുന്ന സമയത്തും കുറച്ച് നേരത്തേക്ക് നിൽക്കും. അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തടിപ്പ് എന്നുണ്ട്, തിണർപ്പ് എന്ന് പറയാൻ, ഞങ്ങളുടെ നാട്ടിലേക്ക് തിണർപ്പ് എന്ന് തന്നെ പറയാം. ആ തിണർപ്പ് നമ്മൾ റോഡിൽ വീണ് പൊട്ടിയ സ്ഥലത്തുണ്ടാവും, അതേപോലെ നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാലുണ്ടാവും. എല്ലാത്തിനും ഈ തിണർപ്പ് വരും. അതുപോലത്തെ ഒരു തിണർപ്പാണ് ഈ ടാറ്റൂവിന് ഉണ്ടാവുക. കാരണം ടാറ്റൂ ഈസ് എ വൂണ്ട്. അപ്പോൾ ഈ ടാറ്റൂവിൻ്റെ മുറിവുകൾ, ആ മുറിവ് നിൽക്കുന്ന അത്രയും സമയം ഈ തടിപ്പുണ്ടാവും, ചുവപ്പുണ്ടാവും, പിന്നെ ആ ഭാഗത്ത് ചുവന്ന കളറിലൊക്കെ വരും, നീരുണ്ടാവും. അപ്പോൾ ഇത് ഒരു മുറിവിനുണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും ടാറ്റൂവിനുണ്ടാവും. അതായത് നമ്മൾ ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചത്തേക്ക് വെള്ളമാകാൻ പാടില്ല, സോപ്പും ആവാൻ പാടില്ല, പിന്നെ ആ ഭാഗത്തേക്ക് പ്രഷർ വരാൻ പാടില്ല, പുക, പൊടി, മഞ്ഞ്, വെയിൽ ഒന്നും ആവാൻ പാടില്ല. പിന്നെ പൂച്ച, പട്ടി അങ്ങനെയൊക്കെയുള്ള ജന്തുക്കളൊക്കെ ആ ഭാഗത്ത് ടച്ച് ആവുക, അതിൻ്റെ ഹെയർ ആവുക, അതൊക്കെ അലർജിക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെയില്ല. കാരണം ഇതൊക്കെ കോമൺ സെൻസ് ആണ്. ഒരു മുറിവിന് എന്തൊക്കെ സൂക്ഷിക്കണോ അതൊക്കെ ഇതിന് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഈ ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റൂ ചെയ്യുന്ന കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു ചൊറിച്ചിൽ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ പറയില്ലേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയൊക്കെ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് അതൊരു റിയാലിറ്റി ഉണ്ട്. ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടൊന്നും അല്ലാതെ ടാറ്റൂ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഉപയോഗിച്ച സെയിം നീഡിലായിരിക്കും വേറെ ആൾക്ക് ഉപയോഗിക്കും. അവർ രാവിലെ വന്നിട്ട് ഒരു ഇങ്കപ്പ് തുറന്നു വയ്ക്കും, എന്നിട്ട് അതിനകത്ത് ഇങ്ക് ഒഴിക്കും, ടാറ്റൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അയാൾ പോയി കഴിയുമ്പോൾ അടുത്ത ആൾ വരും, ഈ ഇങ്കപ്പിനകത്തിരിക്കണ ഇങ്ക് വെച്ചിട്ട് അയാൾക്ക് ടാറ്റൂ ചെയ്യും. ഇത് നീഡിൽ മാറ്റില്ല. ഇതൊന്നും നീഡിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ നീഡിൽ അവർക്ക് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നാലേ ഇത് മാറ്റുള്ളൂ. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആവും, ഒരു സംശയമില്ല. കാരണം അത് ഒരു ബോഡിയിലെ ഇൻവേസീവ് ടെക്നോളജിയാണ് ടാറ്റൂ. സോ അതുകൊണ്ട് അത് ട്രാൻസ്ഫർ ആവും. അത് എന്തായാലും അപകടം തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനെടുക്കുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, 3 to 6 months. ആ സമയത്തിനിടയിൽ എന്തെങ്കിലും പ്രോബ്ലം, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എയ്ഡ്സ് ആണെങ്കിൽ അത്, അങ്ങനെ എന്തെങ്കിലും അസുഖം നമുക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3 to 6 months ആണ്. ആ സമയത്തിനകത്ത് ഇത് അറിയാം. WHO പറഞ്ഞിട്ടുള്ളത് 6 months ആണ്. 6 months കഴിഞ്ഞാൽ ആർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഒരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കോവിഡ് വാക്സിൻ എടുത്തു. കോവിഡ് വാക്സിൻ എടുക്കുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും, ഇല്ലേ? ടാറ്റൂവിന് ഞാനൊരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ ആരും കൊടുക്കുന്നില്ല, ഇന്ത്യയിൽ ആരും കൊടുക്കുന്നില്ല.
അപ്പോൾ ഇന്ന് ഞാനൊരു ടാറ്റു ചെയ്താൽ ഞാൻ ഇന്നാണ് ടാറ്റു ചെയ്തത് എന്ന് അറിയാനുള്ള യാതൊരു മാർഗ്ഗമില്ല. സോ എൻ്റെ ടാറ്റു ഇന്ന് ചെയ്തവൻ നാളെ പോയി ബ്ലഡ് കൊടുത്താൽ അത് കണ്ടുപിടിക്കാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ജനറലി ടാറ്റു ചെയ്തവരുടെ ബ്ലഡ് എടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടേ ഞാൻ ബ്ലഡ് കൊടുക്കുള്ളൂ എന്ന് ടാറ്റു ചെയ്യുന്ന ആൾക്കാർ വേണം തീരുമാനിക്കാം. ടാറ്റുവിന് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യൽ മാത്രമല്ല ടാറ്റുവിൻ്റെ ഇഷ്യൂ. ടാറ്റുവിന് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇങ്ക് മെറ്റാലിക് കണ്ടൻസ് ഉള്ള ഇങ്കായിരുന്നു. ആ മെറ്റല് നമ്മുടെ ശരീരത്തിൽ ഒരു ടാറ്റു ആയിട്ട് കിടന്നാൽ നമ്മളിപ്പോൾ MRI സ്കാനൊക്കെ എടുക്കാൻ നേരത്ത് അപ്പോൾ ആലോചിച്ച് നോക്കി, അത് മാഗ്നറ്റിക് ആണ്. ഈ മെറ്റലിനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് MRI സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം ആലോചിച്ച് നോക്കി. ആ അപകടം ഇതിനുണ്ടായിരുന്നു പണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇങ്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്കിലും നമ്മളിപ്പോൾ കേരളത്തിലെ പുതിയ റൂൾ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്കുകൾ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിയുടെ അപ്രൂവലുള്ള ഇങ്കുകളായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിയുടെ ഇങ്കുകൾ അവർ ഇങ്കുകൾ സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണെന്ന് നമ്മൾ അവരുടെ അടുത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇങ്കുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇങ്കുകൾ USA നിന്ന് വരുന്ന ഇങ്കുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ചേട്ടന്റെ RP ടാറ്റൂസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയപ്പോൾ അധികം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടാറ്റൂസ് ആണ് അതിൽ ഉള്ളത്. നമ്മളിരിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കളർ ടാറ്റൂസ് ചേട്ടൻ ചെയ്യാറില്ലേ? കളർ ടാറ്റൂസ് ചെയ്യാറുണ്ട്. കളർ ടാറ്റൂസ് ചെയ്യുന്നതിന് 2-3 പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അതിന് ഭാഗത്തിനുള്ള ഒരു സ്കിൻ വളരെ അത്യാവശ്യമാണ്. എല്ലാ കളറും എല്ലാവരുടെ സ്കിന്നിലും സ്യൂട്ടബിൾ ആവില്ല. ചില ആളുകൾ വന്നിട്ട് നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യും ഇന്ന കളർ നമുക്ക് ചെയ്യണം. പക്ഷെ അവരുടെ സ്കിന്നിൽ അത് പ്രോപ്പറായിട്ട് വിസിബിൾ ആയിരിക്കില്ല. അത് പക്ഷേ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചില ആളുകൾക്ക്. അത് അങ്ങനെ ചെയ്യുന്ന ടാറ്റു നന്നാവാറില്ല പൊതുവെ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, നന്നാവാത്ത ഒരു ടാറ്റു ഞാൻ മാത്രമല്ല ഒരു ടാറ്റു ആർട്ടിസ്റ്റും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ചില ടാറ്റൂസ് ഞാൻ പർപ്പസ്ഫുള്ളി ഇടാറില്ല, നന്നാവാത്ത ചില ടാറ്റൂസ്. അത് ചിലപ്പോൾ ഈ കളറ് അവരുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ഭംഗിയായിട്ട് വരാത്തതുകൊണ്ടാവാം, ചിലപ്പോൾ നല്ലതല്ലാത്ത ഡിസൈൻ കൊണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. ഈ ഒരു ആവേശത്തിന്റെ പുറത്തൊക്കെ ടാറ്റു ചെയ്യാൻ വരുന്ന ആൾക്കാര് രണ്ടാമതൊന്നും ചിന്തിക്കാണ്ട് അങ്ങനെ എടുത്തു ചാടി വരുന്ന ആൾക്കാരോട് കൊടുക്കാൻ ഒരു അഡ്വൈസ് എന്താണ്? നമ്മൾ 600 വർഷം നമ്മൾ ജീവിച്ചാൽ 600 വർഷം ടാറ്റു കൈ കാണും. 200 വർഷമാണെങ്കിലും കാണും. നാളെ മരിച്ചു പോയാലും ഉണ്ടാവും. മരിക്കുന്നിടം വരെ എന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ടാറ്റു പെർമനൻ്റ് ആണ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട്, മാച്ച് കളയാൻ പറ്റാത്ത ഒരു ആർട്ട് നമ്മുടെ ദേഹത്ത് ചെയ്യുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ആലോചിക്കണം. ഇനിയിപ്പോ വേണ്ടാന്ന് തോന്നി മാച്ച് കളയണം, അപ്പോ ടാറ്റു ചെയ്യണേക്കാട്ടിലും കൂടുതൽ ചെലവ് വരുന്നുണ്ടോ? അല്ല, ചെലവിനൊക്കെ കൂടുതൽ ടാറ്റു മെഷീനിൽ നമുക്ക് ടാറ്റു മെഷീൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റു മെഷീൻ ഒരു ഇങ്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. അത് ഉണ്ടാക്കുന്ന ഡേഞ്ചറിന്റെ 10 ടൈംസ് ഡേഞ്ചറാണ് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് ടാറ്റു മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ കൊതുകിനെ നശിപ്പിക്കാൻ കുളവാഴ ഉണ്ടെന്ന് വെച്ച മാരത്തെ ഒരു പരിപാടിയാവും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് മാത്രമല്ല അതിന്റെ ഘടകം, ഇത് അതിന്റെ ഒരു വലിയ പ്രശ്നമല്ലേ. അതായത് ടാറ്റു ഉണ്ടാക്കുന്നതിനൊക്കെ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ലേസറിന് ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെ. അപ്പൊ പിന്നെ ഒബ്വിയസ്ലി ഈ പണിക്ക് പോകാതിരിക്കണം നല്ലത്. മനസ്സിലായോ? ഇപ്പൊ കസ്റ്റമേഴ്സിനെ ചേട്ടന്റെ സ്റ്റുഡിയോയിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്? അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതായത് ആൾക്കാർ വരുന്നത് പലരും നമ്മുടെ ഗൂഗിൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റ നോക്കിയിട്ടൊക്കെയാ. പക്ഷെ ഒരു വലിയ ശതമാനം ആൾക്കാർ വരുന്നത് ഒരാൾ വന്നിട്ടുള്ള ആളുടെ മൗത്ത് പബ്ലിസിറ്റിയിലാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒരാൾ വരുന്നു, അയാളുടെ 4 ഫ്രണ്ട്സിനോട് പറയുന്നു, ആ 4 ഫ്രണ്ട്സ് വരുന്നു, 4 ഫ്രണ്ട്സ് 4 ഫ്രണ്ട്സിനോട് പറയുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ് എല്ലാ ടാറ്റു സ്റ്റുഡിയോകൾക്കും ഉള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പ്രാവശ്യം ഇവിടെ വന്ന ഒരാൾക്ക് രണ്ടാമത് വരാൻ തോന്നുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ ടാറ്റു ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ഞാൻ അവരോട് പറയും. അപ്പോൾ അത് എനിക്ക് പിന്നീടത്തേക്കുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണത്.
ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ഞാൻ കസ്റ്റമറിനോട് പറയും. ഞാൻ ഒളിച്ചു വെച്ച് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ് ഈ വിഷയത്തിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ടാറ്റുവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാറ്റു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ടാറ്റു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും മറ്റുള്ളവർക്ക് തോന്നണം അയാൾ ഭയങ്കര ഹൈജീനിക് ആവണം. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മനോരമയിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ ISOയുടെ ഒക്കെ ചാർജായിരുന്നു. അപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പ്രയർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതിനൊരു ഹാങ് ഓവറും ഉണ്ട്. ആ ഹാങ് ഓവർ ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അന്ന് ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആയിരുന്നു OSHAS എന്ന് പറയും, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ജോലി സ്ഥലത്തുള്ള സേഫ്റ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനൊക്കെ ഞാൻ എടുത്തു ഇവിടെ വന്നതിന് ശേഷം. അതൊക്കെ ഈ മനോരമ ഹാങ് ഓവറാണ്, പക്ഷെ ഞാനത് എടുത്തു. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഞാൻ ഹൈജീനിക്കായിട്ടാണ് ചെയ്യണേ. പുതിയ ഗ്ലൗസ് ഉപയോഗിക്കുക, പുതിയ കാട്രിഡ്ജസ് ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ക് ക്യാപ്സ് പുതിയത് ഉപയോഗിക്കുക, ഇങ്ക് പുതിയത് ഉപയോഗിക്കുക, ഉപയോഗിക്കുന്ന എല്ലാ ക്രീംസും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ വർക്ക് പ്ലേസിൻ്റെ ഒരു ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യുക. നമ്മുടെ മെഷീനിലുള്ള റാപ്സ് കറക്റ്റായിട്ട് വെക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് റെസ്റ്റ് കറക്റ്റ് ആക്കുക, നല്ല റാപ്സൊക്കെ ഉപയോഗിച്ച് വെക്കുക. അങ്ങനെ എല്ലാത്തിലും നമ്മളൊരു ഹൈജീനിക് അപ്രോച്ച് നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിവിടെ ഒരു പ്രാവശ്യം വന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അവരത് അടുത്ത ആളോട് പറയുമ്പോൾ അയാൾ കൊള്ളാൻ കേട്ടോ എന്ന് പറയും. അതല്ലേ നമുക്ക് ഏറ്റവും വലിയ ഒരു, അപ്പം അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എൻ്റെ.